ഹായ് ഓൺ ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗെറ്റിംഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട 2 സ്ട്രാറ്റജികളെ പറ്റിയാണ്. നമ്മൾ ഡിമെൻഷ്യ ഉള്ളവരെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 സ്ട്രാറ്റജികളെ പറ്റിയാണ്. ഒന്നാമതായിട്ടുള്ളത് റിയാലിറ്റി ഓറിയന്റേഷൻ. നമുക്കറിയാം ഡിമെൻഷ്യയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും അവരിൽ ഒരു ടൈം ഷിഫ്റ്റ് സംഭവിച്ചിരിക്കും. അതായത് അവരവരുടെ പ്രസന്റ് റിയാലിറ്റിയിൽ നിന്നെല്ലാം വിട്ട് അവരവരുടെ പാസ്റ്റ് റിയാലിറ്റിയിലായിരിക്കും ജീവിക്കുന്നത്. അവർക്ക് പ്രസന്റ് റിയാലിറ്റിയെ കുറിച്ച് വലിയ ബോധറേഷനോ വലിയ അവയർനെസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അവർക്ക് നമ്മുടെ പ്രസന്റ് റിയാലിറ്റിയിലുള്ള ചില കാര്യങ്ങളെ പറ്റി നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി അവരെ സഹായിക്കാവുന്ന ഒരു കാര്യമാണ് റിയാലിറ്റി ഓറിയന്റേഷൻ. അപ്പം അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ക്ലോക്സ്. അതായത് അധികം ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്ക് നമുക്ക് റിയാലിറ്റി ഓറിയന്റേഷന് വേണ്ടി, അതായത് ടൈം എത്ര ആണെന്ന് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അവരുടെ റൂമിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ കലണ്ടേഴ്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ കലണ്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡേ, ഡേറ്റ്, ഇയർ ഇതെല്ലാം കൂടെ നമുക്കൊരു വൈറ്റ് ബോർഡിൽ എഴുതുകയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയൊക്കെ നമുക്ക് അവരുടെ റൂമിൽ നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് സീസൺസിനെ കുറിച്ച് അറിയാൻ വേണ്ടി, അതായത് സമ്മർ സീസൺ ആണോ, വിന്റർ സീസൺ ആണോ, ഓട്ടം ആണോ, സ്പ്രിംഗ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം എന്താ പറയുക, സ്പ്രിംഗ് സീസൺ ഒക്കെ ആണെങ്കിൽ പൂക്കളുടെയൊക്കെ പടമൊക്കെ എടുത്ത് അവരുടെ റൂമിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. സമ്മർ സീസൺ ആണെങ്കിൽ ഫ്ലവേഴ്സിന്റെയും അതായത് സൂര്യപ്രകാശവും ഒക്കെ ഉള്ള ഒരു പിക്ചറൊക്കെ എടുത്ത് അവരുടെ റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ സീസൺസ് എന്ന് എഴുതി അതിന്റെ താഴെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോൾ അവർക്ക് ഇന്ന സീസൺ ആണ് എന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്നത്തെ വെതർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി, സണ്ണി ഡേ ആണോ റെയിനി ഡേ ആണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലൗഡി ആണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെതായ ഒരു റെയിനിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ സണ്ണിന്റെ പിക്ചർ, ക്ലൗഡി ആയിട്ടുള്ള പിക്ചറൊക്കെ എടുത്തിട്ട് ഇന്നത്തെ വെതർ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഇങ്ങനെ ഒന്ന് എണീക്കുമ്പോൾ ആ ഒരു പിക്ചറൊക്കെ ആ റൂമിൽ വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ അവർ എഴുന്നേൽക്കുമ്പോൾ അവർ രാവിലെ അവരുടെ റൊട്ടീൻ എന്തൊക്കെയാണെന്ന് നമുക്കുള്ള ഒരു വൈറ്റ് ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് അവർക്ക് മനസ്സിലാവും. അതുപോലെ ഇന്ന് അവർക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട്, ഏതെങ്കിലും ഫംഗ്ഷൻസിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളൊരു വൈറ്റ് ബോർഡിൽ ഇങ്ങനെ നമ്പേഴ്സ് ആയിട്ട് ഇന്ന് അമ്മ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നൊന്ന് എഴുതി വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. നമുക്ക് അവരെ അങ്ങനെ ഓറിയന്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ റിയാലിറ്റി ഓറിയന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ ഡിജിറ്റൽ ക്ലോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ കലണ്ടർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ബോർഡ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും എല്ലാം സിമ്പിൾ ലാംഗ്വേജസ് ആയിരിക്കണം നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതുപോലെ തന്നെ അത് കാണുന്ന രീതിയിൽ വേണം, അവർക്ക് വിസിബിൾ ആയിട്ട് വേണം ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് അവരിൽ അതേ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് വൈറ്റ്, ബ്ലാക്ക് കളർ കൊണ്ടൊക്കെ എഴുതി അങ്ങനെ ഒരു കളർ കോൺട്രാസ്റ്റിലൊക്കെ വേണം നമ്മൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ബിഗ് ഫോണ്ടിലും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ സ്റ്റൈലിലൊക്കെ വേണം നമ്മൾ ഈ നമ്പേഴ്സും വേർഡ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ വലിയ ലോങ് സെന്റൻസ് ഒന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കണം. ഇതിലെല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ എഴുതുന്ന എല്ലാ ഇൻഫർമേഷനും, അവരുടെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് വിന്റർ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ ആ വിന്റർ സീസണിന്റെ പടം അവിടെ വെക്കുക. അതുപോലെ തന്നെ ക്രിസ്മസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ റൂമൊക്കെ ക്രിസ്മസിന്റെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടും അത് അവിടെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടും ഓണത്തിന്റെ ഡെക്കറേഷൻ ഒക്കെ അവരുടെ റൂമിൽ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരിലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കത്തേ ഉള്ളൂ അവരെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഡെക്കറേഷൻസും അറേഞ്ച്മെന്റ്സും നമ്മൾ ആ റൂമിൽ അവരുടെ പ്രസന്റ് റിയാലിറ്റിയെ ഓറിയന്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് ഇന്നലത്തെ ഡേറ്റ് ഒക്കെ മാറ്റാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഡേറ്റ് ഒക്കെ അതുപോലെ തന്നെ ഇട്ടേക്കുകയോ അല്ലെങ്കിൽ കലണ്ടറൊക്കെ മാർച്ച് ആയിട്ടും ജനുവരിയിൽ തന്നെ ഇട്ടേക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം.
പിന്നെ രണ്ടാമതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെമിനിസൻസ് തെറാപ്പി. അതായത് റെമിനിസൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരിൽ കാണിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ആൽബമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുമ്പോഴും നമുക്കറിയാം അവരേത് പീരീഡിലാണ് ജീവിക്കുന്നത്, അവരുടെ ഏത് കാലഘട്ടത്തിലാണ്, അവരുടെ ചൈൽഡ്ഹുഡിലാണോ അതോ അവരുടെ സ്കൂൾ ടൈം ആണോ അതോ കോളേജ് ടൈമിലാണോ അതോ കല്യാണം കഴിഞ്ഞുള്ള സമയമാണോ, അവർ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് കൂടുതൽ ഓർക്കുന്നത് എന്ന് നമുക്ക് അവരോട്ടൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ച ടൗണിൻ്റെയൊക്കെ ഒരു പിക്ചർ എങ്ങനെ ആയിരുന്നോ അല്ലെങ്കിൽ അവരുടെ വീട് എങ്ങനെ ആയിരുന്നോ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കിട്ടുമെങ്കിൽ അതൊക്കെ ഒരു ആൽബത്തിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള അവരുടെ ഫോട്ടോകൾ, അല്ലെങ്കിൽ ഇപ്പം അവരുടെ കല്യാണ സമയത്തെ പറ്റിയിട്ട് ഉള്ള ഒരു ഓർമ്മകളൊക്കെയാണ് അവർക്കുള്ളെങ്കിൽ ആ കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോസുകളൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത്, അതുപോലെ തന്നെ അവർ സിനിമയോ അല്ലെങ്കിൽ എന്താ പറയുക ഏത് മേഖലയിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള അന്നത്തെ കാലത്തെ ആളുകളുടെ പിക്ചേഴ്സും ഒക്കെ കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കിയതിന് ശേഷം ആ ആൽബം വെച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ അഗ്രസീവ് ആകുമ്പോഴോ അജിറ്റേറ്റഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ആൽബം വെച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവരിലൊരു ചേഞ്ചസ് വരുന്നതായിട്ടും അവരുടെ സന്തോഷം ഉണ്ടാകുന്നതായിട്ടും അവർ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ഏത് കാലഘട്ടത്തിലെ പറ്റിയാണോ സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള സിനിമകളൊക്കെ അവരെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചാൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരും. അതുപോലെ ആ സമയത്തൊക്കെയുള്ള പാട്ടുകളൊക്കെ അവരെ എപ്പോഴും കേൾപ്പിച്ചുകൊണ്ടിരുന്നാലൊക്കെ അവർക്കൊരു സന്തോഷവും അവർക്ക് മനസ്സിൽ ഒരു എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് റെമിനിസൻസ് തെറാപ്പി. അതുപോലെ തന്നെ അവർ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ഓബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ റൂമിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് അവർ തയ്ക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവർ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പുതിയ തരത്തിലുള്ള സെയിം മെഷീൻ അല്ല, അവർ ഏത് സമയത്തെ പറ്റിയാണോ ഇപ്പൊ കൂടുതൽ ഓർക്കുന്നത് ആ സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള സെയിം മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവരുടെ തയ്യൽ മെഷീനൊക്കെ അവരുടെ റൂമിലൊന്ന് അറേഞ്ച് ചെയ്തിടുക. അല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ ആ സമയത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ആ സൈക്കിളോ അല്ലെങ്കിൽ അതുപോലുള്ള സൈക്കിളോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് അവരുടെ റൂമിലെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവരുടെ ഒരു മാറ്റം ഉണ്ടാകുന്ന അവരുടെ ഫേസിലും അവരുടെ സംസാരത്തിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ ഒരു മാറ്റം, അവരുടെ ഒരു അഗ്രസീവ് ബിഹേവിയറിലും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ കൂടുതൽ മെമ്മറീസ് അതിൽ നിന്ന് ഓർത്തെടുക്കുകയും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞ ഈ രണ്ട് റിയാലിറ്റി ഓറിയന്റേഷൻ, റെമിനിസൻസ് തെറാപ്പി, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഡിമെൻഷ്യ ഉള്ളവരെ കെയർ ചെയ്യുന്നവർക്ക് അവരുടെ എക്സ്പീരിയൻസും ഇങ്ങനെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും കൂടുതൽ ഇൻഫർമേഷനുമായി നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.